It's very difficult to keep the line between the past and the present. You know what I mean? It's awfully difficult. കെട്ടുകഥകളൊന്നുമില്ലാതെ റിയാലിറ്റി അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഡോക്യുമെന്ററി എന്ന് പറയുന്നത്. ഡോക്യുമെന്ററി ചരിത്രത്തിൽ തന്നെ കൾട്ട് ക്ലാസിക്കായി വിശേഷിപ്പിച്ചതും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആളുകൾ ഏറ്റവും മികച്ച ഡോക്യുമെന്ററി എന്ന് ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 1975 മെയ്സൽസ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ആൽബർട്ട് ആൻഡ് ഡേവിഡ് മെയ്സൽസ് ബ്രദേഴ്സ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് ഗ്രേ ഗാർഡൻസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹോണ്ടിംഗ്ലി ഇന്റിമേറ്റ് ആൻഡ് ഐക്കോണിക് ഡോക്യുമെന്ററീസ് എവർ മെയ്ഡ്. You can't tell what's been put up in that room or what's been taken out. Don't worry so much, please. Cat's going to the bathroom, biting back of my portrait. Oh, isn't that awful? No, I'm glad he is. I'm glad somebody's doing something they want to do. വളരെ ദൂരത്തിലും സമ്പാദ്യത്തിലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ദാരിദ്ര്യത്തിലേക്ക് വീണുപോയ ബീൽസ് ഫാമിലിയിലെ ഒരു അമ്മയുടെയും മകളുടെയും കഥയാണ് ഡോക്യുമെന്ററി പറയുന്നത്. ഒത്തിരി മുറികളും വലിയ ബാക്ക് യാർഡും ഗാർഡനും ഒക്കെയുള്ള ഒരു വലിയ മാൻഷനാണ് ഗ്രേ ഗാർഡൻ. ഈ അമ്മയും മകളും പണ്ട് മുതലേ അവിടെയാണ് താമസിച്ചു വരുന്നത്. പണ്ട് സമ്പാദ്യം ഉണ്ടായിരുന്ന കാലത്ത് ധാരാളം വേലക്കാരുള്ളതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ദാരിദ്ര്യത്തിന്റെ നാളുകൾ വന്നത് മൂലം അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ മാൻഷൻ ക്ലീൻ ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ വൃത്തിയാക്കാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു വൃത്തിഹീനമായ ഒരു മാൻഷനായി അത് മാറുകയാണ്. അവിടെ തന്നെ ആ അമ്മയും മകളും ആ വൃത്തിഹീനമായ സ്ഥലത്ത് ജീവിക്കുന്നതാണ് ഡോക്യുമെന്ററി നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ഈ അമ്മയും മകളും ഈ മാൻഷന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞു കൂടുകയാണ്. അവരധികം പുറത്തൊന്നും ഇറങ്ങാതെ അവർ ഡീക്കേയിങ് ചെയ്യാണ്. ആ മാൻഷൻ എങ്ങനെയാണ് നശിച്ചു പോകുന്നത്, അതുപോലെ ഇതിനുള്ളിൽ നിന്ന് അവരുടെ ലൈഫ് ഇങ്ങനെ ഡീക്കേയിങ് ചെയ്തു പോകുന്നതാണ് കാണിക്കുന്നത്. അമ്മയെ ബിഗ് എഡി എന്നും മകളെ ലിറ്റിൽ എഡിയും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബിഗ് എഡി പണ്ട് മുതലേ ആ മാൻഷനിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ ലിറ്റിൽ എഡിക്ക് ധാരാളം സ്വപ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് ഒരു ആക്ട്രസ് ഒക്കെ ആവണം എന്നുള്ള ആഗ്രഹത്താൽ പണ്ടേ ന്യൂയോർക്കിലൊക്കെ പോയി അവിടെ തന്നെ ഭാഗ്യം പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ഒരു പോയിന്റിൽ തിരിച്ച് ഈ മാൻഷനിൽ വീണ്ടും മടങ്ങിയെത്തുകയും അവിടെ തന്നെ ലൈഫ് സ്റ്റക്കായി പോവുകയുമാണ്. My days of pleasing men are over. You know, I've said how I used to sit in bars and learn how to drink because they wanted me to drink with them and all that. It's the end. I'm not going to do anything anymore. ഡോക്യുമെന്ററിയിലുടനീളം അവരിങ്ങനെ അവരുടെ റിഗ്രറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതം നശിച്ചു പോയതിനെ കുറിച്ച്, ജീവിതം എവിടെയും എത്താതെ പോയതിനെ കുറിച്ച്, ഈ ഡിസിഷൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെട്ടേനെ, അങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാം. ഈ അമ്മ കാരണമാണ് ശരിക്കും ലിറ്റിൽ എഡി അവിടെ സ്റ്റക്കായി പോയതും അവളുടെ ജീവിതം തന്നെ തീർന്നു പോയതെന്നും ഒക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഡോക്യുമെന്ററി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പാവം തന്നെ തോന്നും ലിറ്റിൽ എഡിയോട്. അയ്യോ, അവൾക്കൊരു ജീവിതം കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അവൾക്കൊരു ജീവിതം തന്നെ ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ലിറ്റിൽ എഡി പിന്നീട് പറഞ്ഞതാണ് അവളുടെ മരണശേഷം അവളുടെ അമ്മയുടെ അടക്കിയിരിക്കുന്ന എവിടെയാണ്, അതിൽ നിന്നും എത്രയും ദൂരം അടക്കാൻ കഴിയുമോ അത്രയും ദൂരം അവളെ അടക്കണമെന്നാണ് അവൾ അവസാനമായിട്ട് പറഞ്ഞത്. ഇത് കണ്ടു കഴിയുമ്പോൾ ഇൻ ദ എൻഡ് നമുക്കൊരു സ്ട്രേഞ്ച് ടെൻഡർനെസ് ആണ് തോന്നുക. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫ്രെജിലിറ്റി ഓഫ് ഡ്രീംസ്, ദ കോസ്റ്റ് ഓഫ് ഐസൊലേഷൻ ആൻഡ് ദ സ്ട്രേഞ്ച് ബ്യൂട്ടി ഓഫ് സർവൈവൽ. വേറെ പ്രത്യേകിച്ച് മ്യൂസിക്കോ നറേഷനോ അങ്ങനെ യാതൊരു ഇന്റർഫറൻസും ഇല്ലാതെ ക്യാമറ അവിടെ ഓൺ ആക്കി വെച്ചിട്ട് എന്താണ് അവിടെ നാച്ചുറലി ഒക്യൂർ ചെയ്യുന്നത് അതാണ് ഈ ഡോക്യുമെന്ററിയിൽ കാണിക്കുന്നത്. ഒരു ഒബ്സർവേഷണൽ രീതിയിൽ റിയൽ ലൈഫിനെ കാണിക്കുന്ന സിനിമ വെറൈറ്റ് എന്ന സ്റ്റൈലാണ് ഈ ഡോക്യുമെന്ററി കൈകൊണ്ടിരിക്കുന്നത്. ഈ ഡോക്യുമെന്ററിക്ക് സീക്വലായി ധാരാളം ഡോക്യുമെന്ററീസുകളും പിന്നീട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയെ അതേപടി ഒരു മൂവിയാക്കി ഇറങ്ങിയതാണ് 2009 ഇറങ്ങിയ ഗ്രേ ഗാർഡൻസ് എന്ന സിനിമ. ഇത്തരം ഡോക്യുമെന്ററികൾ ശരിക്കും വാലിഡ് ഉള്ളതാണെന്നും ഇമ്പോർട്ടന്റ് ആണെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജീവിതത്തിൽ എവിടെയെങ്കിലും സ്റ്റക്കായി പോയി നിൽക്കുന്ന മനുഷ്യന്മാർ ഗ്രേ ഗാർഡൻസ് പോലുള്ള ഡോക്യുമെന്ററി ഒക്കെ കാണുവാണെങ്കിൽ പറ്റുന്ന അവസരത്തിൽ യൂ ടേൺ അടിച്ച് ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ ഈ ഡോക്യുമെന്ററീസ് അവരെ സഹായിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.